അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ കൊണ്ടുള്ളതാണ്. എല്ലാവർക്കും അറിയാം ഇവനെ. LCHF ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇവൻ്റെ പേര് ചോദിച്ച് തല്ല് കാണാം. ഞരമ്പൻ എന്നും ആളുകൾ വിളിക്കുന്ന ഇവൻ നമ്മുടെ നാട്ടിൽ പീച്ചിങ്ങയാണ്. ഈ ഡയറ്റിലും അല്ലാതെയും ഉപ്പേരി തോരന് വെച്ച് കഴിക്കാൻ പറ്റിയ ഒന്ന്. ഇന്ന് ഇത് എങ്ങനെ ക്ലീൻ ചെയ്തു ഉപ്പേരി ആക്കി കഴിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു പീച്ചിങ്ങ തോരനിലേക്ക്. ഇത് വാങ്ങുമ്പം എപ്പോഴും ഇളയത് നോക്കി വാങ്ങണം. അല്ലെങ്കിൽ ഉപ്പേരി വെച്ചാൽ തോലിനൊരു കട്ടിപ്പായിരിക്കും. മാത്രമല്ല അകത്തെ കാമ്പ് ചകിരിയാകാൻ തുടങ്ങിയിട്ടും ഉണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ചിരങ്ങ പോലെ തന്നെ അല്ലെങ്കിൽ ചുരക്ക പോലെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇന്ന് ഇതാണ് ഞാൻ ഉപ്പേരി വെച്ച് കാണിക്കുന്നത്. ഇതിൻ്റെ ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇളയതാണെങ്കിൽ കട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഈടെ ഒരു കാസർഗോഡ് വഴിക്കുള്ള ആളാണെന്ന് തോന്നുന്നു. ഇതിനെ അവർ ഞരമ്പൻ എന്നാണ് പറയുക എന്ന് പറഞ്ഞു. ഇതിങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ എന്താ പറയുക, ഇത് എടുത്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പീലർ കൊണ്ട് ഇങ്ങനെ എടുക്കാം. ഇതാണ് കുറച്ചുകൂടി എളുപ്പം. ഇപ്പം ആ ഞരമ്പെല്ലാം പോയി. ഇതങ്ങനെ പെട്ടെന്ന് കേടുവരുന്നൊരു പച്ചക്കറിയല്ല. ഫ്രിഡ്ജിലാണെങ്കിലും കുറച്ചധികം ദിവസം സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിൽ കുറച്ച് നന്നായിട്ട് മൂത്ത് പോയി എന്നുണ്ടെങ്കിൽ ഈ തോലുകൂടി നമുക്ക് ഇതുപോലെ പീല് ചെയ്തെടുക്കാം. ഇതിപ്പം എൻ്റെ കയ്യിൽ വാങ്ങിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു. അപ്പം വാങ്ങിച്ചപ്പോൾ നല്ല ഇളയതായിരുന്നു. പക്ഷെ ഇത് ഫ്രിഡ്ജിലിരുന്നിട്ട് ഒന്നുകൂടി മൂത്തിട്ടുണ്ട്. എന്നാലും കൂടുതലായി പോയിട്ടില്ല. ഇനി ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പം ഇത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് കൂടി മുറിച്ചെടുക്കാം. ഇതിലേക്ക് വറവിടാൻ വേണ്ടി വെളിച്ചെണ്ണ, വറ്റൽമുളക് കടുക്, പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ പച്ചമുളകും വേണം. പാത്രം ചൂടായി വരുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി കടുക് ചേർക്കാം. ഇനി വറ്റൽമുളകും വേപ്പിലയും ചേർക്കാം. ഇനി പച്ചമുളക് ചേർക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പീച്ചിങ്ങ ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ പച്ചക്കറിയിൽ തന്നെ വെള്ളം ഉണ്ടാകും ചൂടാകുമ്പോൾ ഇറങ്ങി വരാൻ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതിപ്പോൾ ഇവിടെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഒഴിച്ച വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി കഴിക്കാൻ നേരം എടുക്കും. ഇപ്പം കഴിക്കാനുള്ള സമയമായി. ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. പിന്നെ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിലാണ് ഞാനിവിടെ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി തേങ്ങാ ചമ്മന്തിയൊക്കെ ഇട്ടിട്ട് തോരനായിട്ടോ
അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഓലനായിട്ടൊക്കെ വെക്കാം. അപ്പോൾ ഒരേ ദിവസം എപ്പോഴും ഒരേ ടേസ്റ്റിൽ തന്നെ വെക്കാതെ മാറി മാറിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇടുന്ന ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റിലും മാറ്റം വരുത്താം. സത്യം പറഞ്ഞാൽ നല്ലൊരു രുചിയാണ് ഇതിന്. മുന്നേയൊക്കെ ആണെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് താളിച്ചത് മാത്രം മതിയാവും. ഞങ്ങളിത് ഇനി വറവിട്ടത് അല്ലെങ്കിൽ താളിച്ചത് എന്നൊക്കെയാണ് പറയുക. പിന്നെ ഞാനിവിടെ LCHF മീനും ഉപ്പേരിയും മാത്രമാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ ചിരങ്ങ, കുമ്പളം, വെള്ളരി ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം. പലരും ഇപ്പോഴും സംശയം ചോദിക്കാറുണ്ട്, ചിരങ്ങ കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കുമ്പളം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയതാണ്, പ്രത്യേകിച്ച് ഉച്ചക്കൊക്കെ ഇതുപോലെ ഉപ്പേരികളാക്കി കഴിക്കാൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും, സഹായമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി.